ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പൊളിയായിട്ടിരിക്കില്ലേ? ഞാനും ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. റെയിനൊന്നും ക്ലാസ്സിൽ പോകാത്ത കാരണം നല്ലൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നാളെ ചെങ്ങന്നൂർ വർക്കുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോൾ ഇറങ്ങണം. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടിയൊക്കെ ഒന്ന് ഒതുക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടല്ലോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ റെയിനുവിന് എക്സാം. ഇതാണ് റെയിനുവിൻ്റെ അവസ്ഥ. ഒരു വക ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കില്ല. ഞാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ സിമ്പട പൊഞ്ചലും വേറെ അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനില്ല കേട്ടോ. എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇറങ്ങാണ്. റെയിനുവിനെ എന്തായാലും വീട്ടിൽ നിന്ന് എത്തണില്ല. റെയിനുവിനെ ഞാൻ വണ്ടിയിലിട്ട് കൊണ്ടുപോവാണ്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്തായാലും ഒന്നും പഠിക്കില്ല. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പെട്രോൾ അടിച്ച് റെയിനുവിൻ്റെ പാട്ടും കേട്ടിട്ട് ഇങ്ങനെ പോവാട്ടോ. മതുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലിപ്പൂക്കും വീണത്തിൽ മണിയിടും ഓർമ്മക്കുള്ളിൽ മന്നാരം വേദങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടേ വീരം മാറ്റി ശീലങ്ങൾ. എങ്ങനെയുണ്ട് എൻ്റെ കൊച്ചിൻ്റെ പാട്ട്? അടിപൊളിയല്ലേ? ഞാൻ ഈ ഇടയായിട്ടെ കുറച്ച് നേരത്തെ ഡിന്നർ കഴിക്കാറുണ്ട്. ഒരു 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കും. ഒരു 6:30 തന്നെ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. മെച്ചോ ബട്ടർ ചിക്കനും ബട്ടർ നാനൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ ചെങ്ങന്നൂർക്ക്, അവിടെ അടുത്ത് തന്നെ ചെങ്ങന്നൂർ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ബ്രൈഡിൻ്റെ അടുത്ത് പോയിട്ട് സാരിയൊക്കെ വാങ്ങിയിട്ട് വന്ന് സാരിയൊക്കെ പ്രിപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അലാറൊക്കെ വെച്ച് കിടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ സൺഡേ മോർണിംഗ് നമ്മുടെ ബ്രൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. 3 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് 7 മണിക്ക് ഫിനിഷ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫ്ലവർ കിട്ടിയില്ല ഗൈസ്. 7 മണിക്കാണ് കട തുറക്കുള്ളൂ. അതിനുശേഷം ഫ്ലവർ കിട്ടുള്ളൂ. പിന്നെ 7 മണിക്ക് റെഡി ആവില്ല, നടക്കണ കേസല്ലല്ലോ. പിന്നെ നമ്മൾ 8 മണിയായി കിട്ടും. അതുകൊണ്ട് തന്നെ 4 മണിയായപ്പോഴാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരൊറ്റ കൺസേൺ ആൾക്കുണ്ടായിരുന്നുള്ളൂ. ചെയ്ത് വന്നപ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയോ കാവിനെ കാണാനായിട്ട്. അങ്ങനെ ഒരു 8 മണിയായപ്പോഴേക്കും കാവിനെ റെഡിയാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാവിൻ്റെ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്. ആൾക്കൊരു സാരി ഡ്രേപ്പിങ്ങും ഹെയർ സ്റ്റൈലും കൂടി ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ ഒതുക്കണ കാര്യമാണ് എനിക്ക് മടിയായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഒരു മിറൽ സെൽഫി ആവാമെന്ന് വിചാരിച്ചു. റെയിനും ആണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അവർ വന്ന സമയത്ത് അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7 മണിയായപ്പോഴേക്കും പിന്നെയും കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ചെക്കൗട്ടിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് നേരെ എറണാകുളത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാവ്യയുടെ സെക്കൻഡ് 2 സാരി ചേഞ്ചിങ് കൂടി ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ സാരി ചേഞ്ചിങ് വല്ലാത്തൊരു ചടങ്ങാണ് കേട്ടോ. മനുഷ്യന് മര്യാദയ്ക്കൊന്നും ഉടുപ്പിക്കാനുള്ള സമയം പോലും കിട്ടില്ല. ഈ ചെങ്ങന്നൂർ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ചേഞ്ച് വരുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന സമയത്ത് സെറ്റ് സാരി കൊടുക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് വേറെ ചെക്കൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്ന സാരി. അതിൻ്റെ ഇടയിൽ അവർ നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി സദ്യ, 2 കൂട്ടം പായസം, മറ്റേ ബോളിയും പാലട പായസം ഉണ്ടല്ലോ, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ഡെപ്പോ സ്റ്റാർ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവൻ്റെ ബോഡി പാർട്ട് പോയാളെയാണ് കേട്ടോ. ഇവൻ എവിടെയുണ്ടോ അവിടെ ഉണ്ടായിരിക്കും മാൽ. ഉറങ്ങുമ്പോൾ വരെ അതും കെട്ടിപ്പിടിച്ചാൽ കിടന്ന് ഉറങ്ങുന്നത്. സാരി ചേഞ്ചിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അന്ന് അടി ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവന്മാർ വിടില്ലടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി അടി ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നിങ്ങളാ കണ്ടത്. എന്നാലും മാക്സിമം ഞാൻ അവർക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. എന്നാൽ നമ്മൾ അവർ തീരെ മൈൻഡ് ചെയ്യില്ല എന്ന് കണ്ടു കഴിഞ്ഞാലോ അവരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത സാരി ചേഞ്ചും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എന്താല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടൊന്നും ദേവന്മാർക്ക് ഇഷ്ടാവില്ല. ഈ ആൽഫ കിഡ്സിനെ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഇഷ്ടമാണ്. ഈ ഒരു പാട്ടൊന്നും എനിക്ക് തീരെ തേക്കില്ല കേട്ടോ. എന്റെ മോൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ. അത് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കണം. ചിലപ്പോൾ നമ്മൾ അവരുടെ മൈൻഡ് സെറ്റിലോട്ട് വരാത്തോണ്ടാണ്. ജനറേഷൻ ഗ്യാപ്പില്ലേ, അതാ തന്നെ സംഭവം. എന്തായാലും നമ്മൾ വലിയ ബ്ലോക്കൊന്നും കിട്ടാതെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ ബിഗ് ഫലൂദയിൽ വിട്ടു. നല്ല അടിപൊളി ജ്യൂസ് കുടിച്ചു കേട്ടോ. ഇന്നലെ എന്തായാലും വീട്ടിൽ പോയി കഴിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെന്നപ്പോൾ വീട്ടിലാണെങ്കിൽ ചെറുപയർ കറി. മെജോക്കെ ആണെങ്കിൽ ഞായറാഴ്ച നോൺ വെജ് അത് നിർബന്ധമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു കണക്കിനാണ് ഞാൻ ആ സദ്യ കൊടുത്ത് അങ്ങേരെ ഒന്ന് പരുവത്തിലാക്കിയത്. ഇനിയിപ്പോൾ രാത്രിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അയാൾ എന്നെ തലമണ്ടിക്കിട്ടടിക്കും. നേരെ നമ്മൾ ഡിണ്ടിക്കൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഞാൻ നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണി കഴിച്ചു. മെജോ ആണെങ്കിലോ ബട്ടർ നാനും ബട്ടർ ചിക്കനും കഴിച്ചു. മട്ടൻ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കും റെയിനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മെജോക്ക് ആണെങ്കിൽ ഈ ഒരു മസാല റൈസ് ഉണ്ടല്ലോ, ഈ ഒരു കൈൻഡ് ഓഫ് റൈസ് ആൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. സാധാ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആൾ ബിരിയാണി കഴിക്കാണ്ടിരുന്നത്. പക്ഷേ ആണെങ്കിലോ വാങ്ങിച്ച സാധനം മട്ടൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മളൊരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചു. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ. സീ യു.